വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാം. സർവേ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിശദാംശങ്ങൾ എന്താണ് വിനീത? കോടതിയുടെ നിലവിലെ തീരുമാനമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വാസകരമെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അതേസമയം പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ആധാർ അത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം. കാരണം ഈ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആധാർ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയിലും അത്തരത്തിലേക്കുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി കാർഡ് എന്നിവ ഉൾപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടികയിലെ പരിഷ്കരണവുമായി തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസ് വിശദമായിട്ടുള്ള വാദം ഈ കേസിൽ ആവശ്യമാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ കേസ് 28-ന് വീണ്ടും പരിഗണിക്കുമെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഈ പരിഷ്കരണം ഏർപ്പെടുത്തിയതിനെതിരെ കടുത്ത വിവാദമടക്കം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. TMCയുടെയും RJDയുടെയും അടക്കമുള്ള ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ചില ചോദ്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആളുകളുടെ പൗരത്വം അത് ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഉൾപ്പെടെയുള്ള ചില ചോദ്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, ഒപ്പം തന്നെ ജോയ് മല്യ ബാങ്ചി എന്നിവരാണ് ഈ ഹർജികൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഹർജിക്കാരോട് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിൽ യുക്തിയുണ്ടെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. നിയമത്തിലോ ചട്ടങ്ങളിലോ ഇല്ലാത്ത തീവ്രമായിട്ടുള്ള ചില പരിഷ്കരണങ്ങളാണ് വോട്ടർ പട്ടികയിൽ ഏർപ്പെടുത്തുന്നതായിരുന്നു ഈ ഹർജിക്കാർ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ഏർപ്പാട്, ഇങ്ങനെയൊരു രീതി ഇത് ആദ്യമായിട്ടാണെന്നും ഹർജിക്കാർ ഇങ്ങനെ ഇത്തരത്തിലേക്ക് അവർ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആധാർ കോടതി തന്നെ ഇത് നേരത്തെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഈ പരിഷ്കരണത്തിന്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ അതിലല്ല സംശയം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ, വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ എന്തിന് ഇങ്ങനെ ഒരു സമഗ്ര പരിഷ്കരണം എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ സ്വാഭാവികമായും സംശയങ്ങളും അല്ലെങ്കിൽ ഒരു സുതാര്യത കുറവുമൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് മുമ്പുണ്ടായിരുന്നു. വിനീത, തീർച്ചയായും അത് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്ക് അടക്കം എത്തിച്ചത്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധിപ്പിക്കരുത് എന്നുള്ളത് തന്നെയായിരുന്നു സുപ്രീം കോടതിയും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ട് ഒരു വോട്ടർ പട്ടികയിൽ പരിഷ്കരണം ഏർപ്പെടുത്തുന്നൊരു കാര്യവും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മാസത്തിൽ കൂടുതൽ സമയം നൽകേണ്ടതായിരുന്നുവെന്നും കോടതി ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. വോട്ടർമാർക്ക് കൂടുതൽ സമയം നൽകണമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നോട്ടീസ് അയക്കണമെന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കോടതി മുതിർന്നില്ല എന്ന് മാത്രമല്ല, ചില നിർദ്ദേശങ്ങൾ കോടതി ആ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അത് ഒരു യുക്തിപൂർവ്വമായിട്ടുള്ള നടപടി എന്ന് തന്നെയായിരുന്നു കോടതി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ഹർജിക്കാർ വാദിച്ച ഘട്ടത്തിലാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയത്. ആധാറും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒഴിവാക്കിയതാണ് പ്രധാന പ്രശ്നമെന്ന് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ വോട്ടർ പട്ടികയിൽ എന്തിനാണ് ഇങ്ങനെയൊരു തീവ്ര ഒരു പരിഷ്കരണം ഏർപ്പെടുത്തിയതെന്നും സുപ്രീം കോടതി TK നേരത്തെ സൂചിപ്പിച്ച അതേ ഒരു സംശയം തന്നെയാണ് സുപ്രീം കോടതിയും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. ഇത് അടുത്ത വാദത്തിന് മുൻപായി തന്നെ ഈ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് കൈമാറുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഈ ആധാറും വോട്ടർ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പുനഃപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് രേഖയായി പരിഗണിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ ആധാർ കാർഡ് പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ ഈ കേസ് വീണ്ടും 28-ന് പരിഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
ശരി, ആധാർ പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയല്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിഗണിച്ചുകൂടെ എന്നുള്ള ചോദ്യമുണ്ടായി. ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ പരിഗണിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം. സർവേ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അത് സുപ്രീം കോടതി അനുവദിക്കുന്നില്ല. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ പരിഗണിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിരിക്കുകയാണ്. വിനീത വി ജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.